ഹലോ, എല്ലാവർക്കും മാംഗ്ലൂർ മലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവോണം. നമ്മൾ ആഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കാം. ലൈഫ് എപ്പോഴും നമുക്ക് ആഘോഷം കൊണ്ട് നിറയ്ക്കാം. അപ്പം നമ്മൾ ഫ്ലാറ്റിൽ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തലേന്നേ തന്നെ പൂവൊക്കെ വിടർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ കുളിച്ച് പൂവൊക്കെ ഇടട്ടെ. ചെറിയ പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളെ പറമ്പിൽ തന്നെ ഇഷ്ടം പോലെ പൂവ് ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് അധികം കുറവാണ്. ഇഷ്ടംപോലെ വെറൈറ്റി പൂക്കളും ഉണ്ടാവും. അപ്പോൾ വലിയ പൂക്കളും തന്നെ തീർക്കാം. ഇതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ, അതുകൊണ്ട് ചെറിയ പൂക്കളുണ്ടാക്കി. പിന്നെ രാവിലെ തന്നെ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂട്ടുകറി എന്ന് പറഞ്ഞത് കുറച്ച് കറി ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. തിക്കല്ല, ഗ്രേവി ടൈപ്പ്. അപ്പം ബാക്കി പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞിടണം. അപ്പോൾ നമ്മുടെ പൂക്കളം ഫിനിഷായി. അടിപൊളിയില്ലേ കാണാൻ? കുഞ്ഞി പൂക്കളം. അപ്പോൾ ഇന്നത്തെ ഓണം ഫ്ലാറ്റിലും ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഫുഡ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തറവാടുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സുകളൊക്കെ ഒത്തുചേർന്നിട്ടുള്ള ഒരു ഓണസദ്യയാണ്. ഫ്ലാറ്റിൽ നമ്മൾ കേരള സ്റ്റൈലാണ് ഓണസദ്യ ഉണ്ടാക്കിയത്. എന്നാൽ ഇവിടെ നമ്മുടെ തറവാട്ടിൽ വീട്ടിൽ ഓണസദ്യ കർണാടക സ്റ്റൈലാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ട്സുകളൊക്കെ കന്നഡ ആളുകളല്ലേ, അപ്പോൾ പിന്നെ കർണാടക സ്റ്റൈലിലുള്ള ഫുഡാണ് ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചത്. എന്നാലും കേരള ടച്ച് ഉണ്ടാകും. ഇതിവിടുത്തെ സ്പെഷ്യൽ മാംഗ്ലൂർ സ്പെഷ്യൽ കടല മനോലി സുക്കാണ് കേട്ടോ. അതായത് കടലയെന്ന് പറഞ്ഞാൽ കടലയും മനോലിയും എന്ന് പറഞ്ഞാൽ കുഴയ്ക്കും, സുക്ക എന്ന് പറഞ്ഞാൽ വറവ്. ഇത് നമ്മുടെ കാബേജ് വറവ്, സ്വന്തം കാബേജ് വറവ്. ഇത് കർണാടക സ്റ്റൈൽ സാമ്പാർ. പിന്നെ കുറച്ച് നമ്മുടെ കേരള സ്റ്റൈൽ അവിയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അധികം ഈ ഒരു ഭാഗത്തുള്ള ഡിഷാണ് കൂടുതൽ. അപ്പം നമ്മൾ ടി വിയൊക്കെ കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇല വെച്ചു. അപ്പോൾ സദ്യയുടെ ഫുഡ് ഓരോന്നായിട്ട് വിളമ്പലായി. അതിൽ അച്ചാറിൽ തുടങ്ങി. 2 ടൈപ്പ് അച്ചാറുണ്ട്. ഒന്ന് സാധാ മാങ്ങ അച്ചാറും പിന്നെ മറ്റേ എന്താ പറയുക അതിന്, മാതള നാരങ്ങാന്ന് ഇവിടെ പറയും. അതായത് നല്ല സ്വീറ്റായിട്ടുള്ള നാരങ്ങക്കറി ഉണ്ടല്ലോ, അതെനിക്ക് അച്ചാറിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ്. നാരങ്ങക്കറി നല്ല വെല്ലമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുന്ന കറി. അപ്പോൾ അത് വന്നു. പിന്നെ പച്ചടി, പിന്നെ ക്യാബേജ് വറവ് വന്നു. അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ കയ്പ്പക്ക വറവുണ്ട്. അപ്പോൾ കയ്പ്പക്ക വറവിൽ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് അമ്പട ഇടും. ഈ ഒരു സാധനമാണ് അമ്പട. അത് വേറെ എൻ്റെ പേരല്ല, അമ്പഴങ്ങാന്നോ അങ്ങനെയാണ് അറിയില്ല. അങ്ങനെ സദ്യയൊക്കെ വന്ന് എല്ലാം ഫിനിഷായതിന് ശേഷം പായസത്തിന് കാത്തിരിക്കുകയാണ്. ഇവിടെയെന്ന് പറഞ്ഞാൽ സാബുദാനയൊക്കെ ഇട്ട് പ്രഥമനാണ് കേട്ടോ. ഇവിടുത്തെ പ്രഥമൻ്റെ കളർ ഇങ്ങനെയാണ്, വൈറ്റ് വെല്ലമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോളിക, നമ്മുടെ ബോളി ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ, അതിവിടെ ഹോളിക എന്ന് പറയും. അപ്പോൾ അതൊക്കെ കൂട്ടി പായസം ഒരു പിടിപിടിക്കാണ്. അപ്പോൾ ഇന്നത്തെ സദ്യ വിശേഷങ്ങളിൽ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് പോവാണേ.
പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ ഇഷ്ടംപോലെ മറ്റേ പിച്ചിപ്പൂവ്, എന്ത് പൂവാണെന്നറിയില്ല, മുല്ലപ്പൂ പോലത്തെ ഒരു പൂവുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നെയ്ബറാണ്. അപ്പം ഇവർ ഇങ്ങനെ കെട്ടിത്തരും, മാലൊക്കെ കെട്ടുന്ന കൂട്ടത്തിൽ. അപ്പം ഇവരിങ്ങനെ മാലയൊക്കെ കെട്ടി നമുക്ക് തരും തലക്ക് ചൂടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവരിരുന്ന് കെട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയ കേരള സദ്യ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ വന്ന് നമ്മുടെ സേമിയ പായസം കഴിച്ചു. ഇനി വയറ്റിലൊന്നും സ്ഥലവുമില്ല. അപ്പോൾ ഇന്നത്തെ ഓണാഘോഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.